ഓക്കെ നമ്മൾ ഓക്കെ നമ്മൾ ഇതിനു മുമ്പ് സർക്കുലർ റേസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മോഡലും കവർ ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ലീനിയർ റേസ് എടുക്കുവാണ്. ലീനിയർ റേസിൽ നമ്മൾ നേരത്തെ അതേപോലെ തന്നെ ഓരോരോ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൻ്റെ കൂടെ തിയറി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഇൻ എ റേസ് ഓഫ് 1000 മീറ്റർ 1000 മീറ്റർ ഉള്ള ഒരു റേസിനകത്ത് ജോൺ ആണെങ്കിൽ ഖാനിനെ 120 മീറ്ററിന് തോപ്പിച്ചു. ഇഫ് സ്പീഡ് ഓഫ് ജോൺ ഈസ് 40 കിലോമീറ്റർ, ദെൻ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ഖാൻ? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കേസ് ചുമ്മാ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇതിനകത്ത് 1000 മീറ്റർ റേസാണ്. ഇതാണ് 1000 മീറ്റർ റേസ്. ഓക്കെ, ജോണ് ഇവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അതേ റേസിൽ തന്നെ നമ്മുടെ ഖാന് ഓടുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് ഖാൻ, ഇത് ജോണ്, ഇത് ഖാൻ. ഇവൻ ഓടി 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 ഒരു പർട്ടിക്കുലർ ടൈം എത്തിയപ്പോഴത്തേക്ക് സപ്പോസ് വിചാരിക്കും ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഓക്കെ, ആ 10 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഖാന് ഏതായാലും അവിടെ എത്താൻ പറ്റത്തില്ല. അങ്ങനെയാണല്ലോ ഡിഫീറ്റ് ആകുന്നത്. അപ്പോൾ 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഖാൻ ഇവിടെയാണ് എത്തിയെന്ന് വിചാരിക്കുക. ഈ 10 സെക്കൻഡ് ഞാൻ അസ്യൂം ചെയ്താണ്, ഞാൻ ചുമ്മാ എടുത്താണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനായിരിക്കുമല്ലോ നമ്മുടെ ഖാൻ തോറ്റത്. ഓക്കെ, അപ്പോൾ ഇതേ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്ന 1000 മീറ്റർ. ഇനി ആ 10 സെക്കൻഡ് വിട്ടേക്കുക. 1000 മീറ്ററിൻ്റെ റേസ് ആയിരുന്നു. ഓക്കെ, ജോണ് ഖാനിനെ 120 മീറ്ററിന് തോൽപ്പിച്ചു. അതായത് ഇവൻ ടി എന്ന ടൈമിൽ ഇവിടം വരെ ഓടിയെത്തിയപ്പോൾ നമ്മുടെ ഖാനിന് ടി എന്ന ടൈമിൽ 880 മീറ്റർ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. അതല്ലേ അതിൻ്റെ അർത്ഥം? ടി എന്ന ടൈമിൽ, അതായത് അവനൊരു 10 സെക്കൻഡിൽ അത്ര ഓടാൻ പറ്റിയെങ്കിൽ ഇവന് 10 സെക്കൻഡിൽ ഇത്രേ ഓടാൻ പറ്റിയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് തന്നെ പറയാം, ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ അതേ റേഷ്യോ തന്നെയായിരിക്കും സ്പീഡ് ഫോളോ ചെയ്യുന്നത്. ആ ടീനെ ഒരു കോൺസ്റ്റൻ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എസ് എന്ന് പറയാം, സ്പീഡ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, d1/d2 എന്ന് പറയുന്നത് s1/s2 ഈക്വൽ ആണെന്ന് പറയാം. ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോൻ്റെ അത് തന്നെയായിരിക്കും എന്ത്, ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ, അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയ്ക്ക് സെയിം ആയിരിക്കും സ്പീഡിൻ്റെ റേഷ്യോ. അപ്പോൾ ജോണിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവൻ 1000 കിലോമീറ്റർ ഓടി, ഇവൻ 880 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതാണ് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോയും ഇത് തന്നെ വരണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 1000/880 എന്ന് വെച്ച് കഴിഞ്ഞാൽ 40/x ഈക്വൽ ആയിരിക്കും. കട്ട് ചെയ്യാവുന്നതെല്ലാം മാക്സിമം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇവിടെ 0 വീണ്ടും കട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാം, 5. ഇവിടെയാണെങ്കിൽ 44 അല്ലേ? അപ്പം 44 ഇൻറ്റു 4/5 ഇതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ. കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് മുകളിലും താഴെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പം 44 ഇൻറ്റു 8 എന്നാൽ 32 ശിഷ്ടം 3 32 352. ഞാനിവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ 10 ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 352/10 35.2 ആയിരിക്കും ഫൈനൽ ആൻസർ. ഇത് നമ്മുടെ പ്രിലിംസിന് CHSന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതേ മോഡൽ തന്നെ വേറൊരു ക്വസ്റ്റ്യന് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ നോക്കി പോവാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നോക്കാം. ഇൻ എ റേസ് ഓഫ് 5 കിലോമീറ്റർ എസ് ഗീവ് 500 മീറ്റർ ഹെഡ് സ്റ്റാർട്ട് ടു ടി. ഈ ഹെഡ് സ്റ്റാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 100 മീറ്ററുള്ള റേസാന്ന് വിചാരിച്ചു. ഞാൻ ബിക്ക് ഒരു 10 മീറ്റർ ഹെഡ് സ്റ്റാർട്ട് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 100 ഓടേണ്ട സമയത്ത് അവന് 90 ഓടിയാൽ മതി. അല്ലെങ്കിൽ അവനൊരു 10 മീറ്റർ ഫ്രണ്ടിലാണെന്ന് വിചാരിക്കുക. ഓക്കെ,
അപ്പോൾ ഹെഡ് സ്റ്റാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഗിവ്സ് ബി എ ഹെഡ് സ്റ്റാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ 100 ഓടുമ്പോൾ ബിക്ക് 90 ഓടിയാൽ മതി. ഇഫ് എ ഗിവ്സ് ബി എ ഹെഡ് സ്റ്റാർട്ട് ഓഫ് 20 ആയിരുന്നെങ്കിൽ എ 100 ഓടുമ്പോൾ ബിക്ക് 80 ഓടിയാൽ മതി. അതാണ് ഈ ഹെഡ് സ്റ്റാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഇൻ എ 5 കിലോമീറ്റർ റേസ് എസ് ഗേവ് എ 500 മീറ്റർ ഹെഡ് സ്റ്റാർട്ട് ടു ടി. അതായത് ടിക്ക് കുറച്ച് ഓടിയാൽ മതി. എസ് 5 കിലോമീറ്റർ ഓടുമ്പോൾ ടിക്ക് 4.5 കിലോമീറ്റർ ഓടിയാൽ മതി. 500 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കിലോമീറ്റർ അല്ലേ? അപ്പോൾ ടിക്ക് 4.5 കിലോമീറ്റർ ഓടിയാൽ മതി. ഇഫ് ദേ ഫിനിഷ്ഡ് ദ റേസ് അറ്റ് ദ സെയിം ടൈം, അവർ സെയിം ടൈമിൽ റേസ് ഫിനിഷ് ചെയ്തു. അതായത് ടൈം കോൺസ്റ്റൻ്റ് ആണ്. ടൈം കോൺസ്റ്റൻ്റ് ആണ്. ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലേ? ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, അതായത് രണ്ടുപേരും ടി ടൈം കൊണ്ട്, ഇവൻ ടി ടൈം കൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തു, ഇവൻ ടി ടൈം കൊണ്ട് ഫിനിഷ് ചെയ്തു എന്നാണ് മീനിങ്. അതായത് ടൈം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടൈം കോൺസ്റ്റൻ്റ് ആയ കൊണ്ട് തന്നെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആയിരിക്കും സ്പീഡിൻ്റെ റേഷ്യോ. അപ്പോൾ എസിൻ്റെ സ്പീഡ് എനിക്ക് അറിയത്തില്ല. ടീൻ്റെ സ്പീഡ് 13.5 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 4.5 ഇൻറ്റു 3 ആണ് 13.5. അപ്പോൾ 5 ഇൻറ്റു 3 ആയിരിക്കും എസിൻ്റെ വാല്യൂ. സോ 15 ആയിരിക്കും ഫൈനൽ ആൻസർ. ഓക്കെ, ഇതാണ് ഈ ഒരു മോഡൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ മോഡലായിട്ട് വരുന്നത്.